ഒരു മനുഷ്യൻ അവന്റെ ഈമാൻ ശരിപ്പെടുത്തുക എന്നത് ബാക്കിയുള്ള എല്ലാത്തിന്റെയും അടിത്തറയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മനുഷ്യരോട് മൊത്തത്തിൽ അല്ലാഹ് എന്താ കൽപ്പന? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു തആല മനുഷ്യരോട് അവനെ ആരാധിക്കാനല്ലാതെ കൽപ്പിച്ചിട്ടില്ല. എങ്ങനെ? മുഖ്ലിസീന, നിഷ്കളങ്കരായി അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ ഒരു കൽപ്പനയും അല്ലാഹ് പറഞ്ഞിട്ടില്ല. യഥാർത്ഥ സന്മാർഗം നേടുന്ന മനുഷ്യന്റെ അടയാളം പറയുന്നുണ്ട്, അല്ലദീന ആമനു, സത്യവിശ്വാസം ശരിയാവണ്ണം സ്വീകരിച്ച ആളുകളായിരിക്കും. വലം യൽബിസു ഈമാനഹും ബിളിൽമിൻ, അവരുടെ ഈമാനിൽ ഒരു തരിമ്പ് പോലും അക്രമം കടന്നു വരാത്തവരായിരിക്കും. ഈമാനിൽ അക്രമം കടന്നു വരിക എന്ന് പറഞ്ഞാൽ ശിർക്ക് കലരുക എന്നതാണ്. ഉലൈക ലഹുമുൽ അംൻ, ആ നിലക്ക് ശിർക്ക് കലരാത്ത ഈമാനുള്ള മനുഷ്യർക്കാണ് നിർഭയത്വത്തോടെ ജീവിക്കാൻ കഴിയുക. അവർ ഏലസിൽ അഭയം പ്രാപിക്കില്ല. അവർ മഖാമുകളിൽ ചെന്ന് സങ്കടങ്ങൾ പറയില്ല. അവർ ദർഗകളിൽ ഉറൂസുകളിൽ ചെന്ന് അവരുടെ പ്രാർത്ഥനകളായിക്കൊണ്ട് അവിടെ നിന്ന് ചെന്ന് മഹാന്മാരോട് ശൈഖുമാരോട് പോയി പറയില്ല. ഉലൈക ലഹുമുൽ അംൻ, അത്തരം ആളുകൾക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അത്തരം ആളുകളാകുന്നു നേർമാർഗം പ്രാപിച്ച ആളുകൾ. ഈമാൻ ശരിയാക്കുക എന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ശിർക്ക് സംഭവിക്കാതെ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥമായ ഇസ്ലാമിന്റെ വക്താക്കളുടെ അടയാളം പറയുന്നതും അതാണ്. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിനെ ശരിക്ക് വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലാഹ് കാണുന്ന പോലെ ഇന്ന ശൈഖ് കാണുമെന്ന് അവർ വിശ്വസിക്കൂല. അല്ലാഹ് പടച്ചോനായ പോലെ ഇന്നയാള് പടച്ചോനാന്നവർ വിശ്വസിക്കൂല. അല്ലാഹു പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന പോലെ ഇന്നയാട്ടിലെ ഇന്നയാള് മരിച്ചാൽ അയാൾ ഉത്തരം നൽകുമെന്ന വിശ്വാസം അവർക്കുണ്ടാവില്ല. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ശരിക്ക് ഉൾക്കൊണ്ടവരാണ്. റസൂലിനെയും ശരിക്ക് വിശ്വാസം അർപ്പിച്ച, ശരിയായ രൂപത്തിൽ പ്രവാചകനെ അംഗീകരിച്ച് സ്നേഹിച്ച് വിശ്വാസത്തോടെ പിൻപറ്റുന്നവരാണ്. പിന്നെ ഒരിക്കലും സംശയിച്ച് നിൽക്കാത്തവരാണ്. അതാണോ ശരി, ഇതാണോ ശരി, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരല്ല, സംശയം തീർക്കുന്നവരാണ്. പിന്നെയോ വജാഹദൂ ബിഅംവാലിഹിം, സമ്പത്ത് കൊണ്ട് ധർമ്മസമരം ചെയ്യുന്നവരാണ്. നമ്മുടെ കൈകളിലുള്ള സമ്പത്ത് കൊണ്ട് പള്ളികളെ പരിപാലിക്കുക, നമ്മുടെ സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിക്കുക, നമ്മുടെ സമ്പത്ത് കൊണ്ട് കുടുംബത്തിനെ സംരക്ഷിക്കുക, അതൊരു വലിയ ജിഹാദാണ്. പുറമണ്ണൂർ മസ്ജിദ് വരാനിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതുപോലെ ഓരോ പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ വല്ലാത്ത ഒരു താല്പര്യമാണ്. അത്തരം സംരംഭങ്ങളെ നമ്മൾ ഓരോരുത്തരും കഴിയാവുന്ന വിധത്തിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അഹ്ലൻ റമദാൻ പ്രോഗ്രാം ഈ വരുന്ന 28-ാം തീയതി കുളമംഗലത്ത് ബാവപ്പടിക്കൽ മുജാഹിദ് ബാലുശ്ശേരിയും നിഷാദ് സലഫിയും വരാനിരിക്കുകയാണ്. ദീന് പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ള നന്മ നിറഞ്ഞ വേദികൾ ഉപയോഗപ്പെടുത്തുക. അതിന് സമ്പത്ത് കൊണ്ട് നമുക്ക് ജിഹാദ് ചെയ്യാൻ കഴിയണം. അതോടൊപ്പം തന്നെ വഅൻഫുസിഹിം, ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യണം. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അത് ചെയ്യേണ്ടത്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സത്യസന്ധവന്മാർ. ആ സത്യസന്ധവാന്മാരായ യഥാർത്ഥ ഈമാനുള്ള മനുഷ്യന്റെ അടയാളം എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ ആണയിട്ട് ഓർമ്മപ്പെടുത്തി എല്ലാ പ്രവാചകന്മാരും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനമുള്ളവരാണ്. അവരുടെ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അവരുടെ വിശ്വാസം എന്താ? നാട്ടിൽ ചെന്നവർ പറഞ്ഞതെന്താ? കാളിയേലയിലെ ഈ പരിചിതമായ നിഷ്കളങ്കരായ മനുഷ്യർക്കിടയിൽ നമുക്ക് ഒന്നാമത് പറയാനെന്നുള്ളത് എന്താ? അന്ന് നബിമാര് പറഞ്ഞതാണ്, യാ ഖൗമി ഉബ്ദുല്ലാഹ് അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരാരാധനില്ല. ആരാധനകൾ മുഴുവൻ അല്ലാഹ്ക്ക് കൊടുക്കണം. നേർച്ച വഴിപാടുകൾ അല്ലാഹ്ക്ക് മാത്രം. ബലിയർപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ പേരിലായിരിക്കണം. നമ്മുടെ നമസ്കാരം, നോമ്പ്, എല്ലാ ഇബാദത്തുകളും പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം. എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ തരണം ചെയ്തത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ്. മറ്റൊരു നബിനോട് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. മറ്റൊരു മഹാന്റെ അക്ജാഹ് ബർക്കത്തിലേക്ക് പോയിട്ട്
പോയിട്ടില്ല ഖുർആനിൽ. ആ നൂറുകണക്കിന് പ്രാർത്ഥന പഠിപ്പിച്ച ഖുർആനിൽ ഒരിടത്ത് പോലും അള്ളാഹു വല്ലാത്തവരോടൊരു ദുആ പഠിപ്പിച്ചില്ല. ആദം നബി പഠിപ്പിച്ചത് റബ്ബന വലംനാ അൻഫുസന. യൂനുസ് നബി പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അയ്യൂബ് നബി രോഗം ബാധിച്ചപ്പോൾ അയ്യൂബ ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയൽ ളുർ. യാക്കൂബ് നബിന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാതെ വിഷമിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് ഇന്നമാ അഷ്കൂ ബസ്സീ വഹുസ്നീ ഇലല്ലാഹ്, അള്ളാഹിലേക്കാണ് മടക്കിയത്. അവസാനത്തെ നബിയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരാളോടും പങ്കു ചേർക്കൂല. ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദരീങ്ങൾ അവരുടെ ആ പ്രതിസന്ധിയിൽ റമദാൻ 17 അന്ന് പോരാട്ട ഭൂമിയിൽ പട്ടിണി കിടന്ന് അവർ പ്രാർത്ഥിക്കുന്നത് ആരോടാ? റബ്ബിനോടാണ്. നമ്മൾ എന്തിനാ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നത്? CM മടവൂര് മനുഷ്യനായിരുന്നു, 35 കൊല്ലം മുമ്പാ മരിച്ചത്. അദ്ദേഹത്തിന് പ്രയാസങ്ങൾ മാറ്റിത്തരാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥകൾ വിശദീകരിച്ച പുസ്തകങ്ങൾ പറയുന്നു, നമസ്കരിക്കാറില്ലായിരുന്നു, നോമ്പെടുക്കാറില്ലായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു, തുരുതുര സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, പള്ളിയിൽ ജമാഅത്തിന് പോകാറില്ല, ജുമാക്ക് പങ്കെടുക്കാറില്ല. ഈ മനുഷ്യൻ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നത്? തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉമ്മച്ചി മുതൽ കാസർഗോഡ് ഉള്ളാൾ മദനി വരെയുള്ള നിരവധി അനവധി മക്കാമുകളുടെ ദർഗകളിലേക്ക് അൻസാർ സുന്ന പള്ളിയിൽ നിന്ന് മക്കാമ് സിയാറത്ത് കൊണ്ടുപോകൂല. അവിടെ കൊണ്ടുപോയി പൈസ ഇടാൻ, അവിടെ കൊണ്ടുപോയി ഊഞ്ഞാല് കെട്ടാൻ, അവിടെ പോയി പുതപ്പിട്ട് മൂടാൻ, അവിടെ ചെന്നുകൊണ്ട് ആ മഹാന്മാർക്ക് കാഴ്ചവെക്കാൻ ഒരു മനുഷ്യനെയും ഇവിടുന്ന് അമീറിന്റെ നേതൃത്വത്തിൽ ഒരു സിയാറത്ത് ടൂർ കൊണ്ടുപോകൂല. എന്താണ് അതിന് കുഴപ്പം? ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ പരലോകം ഓർക്കാനാണ്, അവിടെ തുള്ളിച്ചാടാനല്ല, ആനപ്പുറത്ത് കയറാനല്ല, ആഘോഷിക്കാനുള്ള സ്ഥലമല്ല ഖബർ. അതുമാത്രമല്ല, ആ ഖബറിങ്ങ പോകുന്ന മനുഷ്യൻ മരണത്തെ ഓർത്ത് പരലോകത്തെ ഓർക്കാനാ ഖബർ സിയാറത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചൊരു പ്രത്യേക യാത്ര പോകാൻ പാടില്ല. 3 പള്ളികളിലേക്ക് പ്രത്യേക പുണ്യം പറഞ്ഞ് യാത്ര പോകാൻ പറ്റുള്ളൂ. ഏതാ? മസ്ജിദുൽ ഹറമാണ് 1, 2 മസ്ജിദുൽ നബവിയാണ്, 3 മസ്ജിദുൽ അഖ്സാ. ഇന്നും ജൂതന്മാരുടെ കരങ്ങളിലുള്ള ആ പള്ളിയെ കുറിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതല്ലാത്ത മറ്റെല്ലാ പള്ളികളും നമുക്ക് സമാനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് പടച്ച റബ്ബിനെ മാത്രം ആരാധന ചെയ്തുകൊണ്ട് ശിർക്കില്ലാത്ത ഒരു ജീവിതമാണ് ഈ പള്ളി നമ്മെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സമയത്തെല്ലാം പഠിപ്പിച്ചതുപോലെ ഓരോ മാസത്തിലും പള്ളിക്കകത്ത് വെച്ച് പോലും അന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികളിൽ അല്ലാഹുവോടൊപ്പം വേറെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. പിന്നെ എങ്ങനെയാ കുത്തറാത്തീബ് നടത്താൻ പറ്റുക? പിന്നെ എങ്ങനെയാ ഹദ്ദാദ് റാത്തീബ് ഈ പറഞ്ഞ സംഭവങ്ങൾ, മുഹയ്യദ്ദീമാല, റിഫാഇമാല, അതുപോലെയുള്ള ഒട്ടനേകം ഗ്രന്ഥങ്ങൾ? ഒറ്റ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, 1400 കൊല്ലം മുമ്പ് ഇത് നബി തങ്ങൾ പഠിപ്പിച്ചില്ല. സ്വഹാബത്തിനറിയില്ല, താബിഈങ്ങൾക്കറിയില്ല, മദ്ഹബിന്റെ ഇമാമിയങ്ങൾക്ക് പരിചയമില്ല. ഇതെങ്ങനെയാണ് പള്ളിയിൽ ലൈറ്റ് ഓഫ് ആക്കി ഇരുന്ന് 1000 തവണ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കാൻ ഒരു പള്ളി കമ്മിറ്റിക്ക് എങ്ങനെയാ ചങ്കൂറ്റം വരുന്നത്? എതിർക്കാത്ത മൗനികളായ മിണ്ടാപൂച്ചകളായ ഒരുപാട് മനുഷ്യർ നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നത് തന്നെയാണ് ഖേദകരമെന്ന് പറയട്ടെ. നബിതങ്ങൾ അവിടുന്ന് മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് പറയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൈ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. ഒരു ഖബറിനെ ആരാധിക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ നബിതങ്ങളുടെ ഖബറല്ലേ ശറഫാക്കപ്പെട്ടത്? അതുപോലും സമ്മതിച്ചിട്ടില്ല. മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് സ്വഹാബത്തിനെ, പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ, യഹൂദി നസാറാക്കളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അവർ അമ്പിയാക്കന്മാര് മരിച്ചാൽ അവരുടെ ഖബറിടങ്ങളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റണവരാണ്.
നിങ്ങളത് ചെയ്യരുത് എന്നാണ്. എന്തൊരു സങ്കടകരമാണ്. നമ്മുടെ നാട്ടിലെ പല പള്ളികളുടെയും ചുറ്റുവട്ടത്ത് മഖാം അറ്റാച്ച്ഡ് ആണ്, ജാറം അറ്റാച്ച്ഡ് ആണ്, പെട്ടി അറ്റാച്ച്ഡ് ആണ്. വരുമാന മാർഗമാണ്. പള്ളിയും മദ്രസയും യതീംഖാനകൾ വരെ മഖാമിന്റെയും ജാറത്തിന്റെയും പൈസ കൊണ്ടാ സ്ഥാപിക്കുന്നത്. അൻസാറു സുന്ന ഈ പരിപാടിക്ക് ഉണ്ടാവൂല. ഖബർ വിറ്റുകൊണ്ട് ഒരിക്കലും കോടികൾക്ക് ലേലം ചെയ്യുന്ന പരിപാടിക്കില്ല. അൻസാറു സുന്ന എന്ന ഈ പള്ളിയിൽ ആളുകൾ മനുഷ്യർ നൽകുന്ന സ്വതക്കയുടെ വിഹിതം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹലാലായ മറ്റു വരുമാന മാർഗങ്ങളിലൂടെ ആയിരിക്കും. ഇസ്ലാം വിലക്കിയ രൂപത്തിൽ ഒരിക്കലും ഈ പള്ളി പരിപാലിക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല. മാത്രമല്ല, ഗൗരവമായ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാരുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. മനുഷ്യന്മാരുടെ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. മനുഷ്യന്മാർ ചെയ്ത ഹജ്ജ്, നോമ്പ്, അവന്റെ നിസ്കാരം, അവൻ ചെയ്ത സ്വതക്ക എല്ലാം പൊളിക്കപ്പെടുന്നത് നാട്ടിൽ ഇന്ന് ഹലാലായി മാറുന്ന കോലത്തിലാ. ഏതാ കാര്യം? ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് മഹാ അപരാധമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ ആരാധനയിൽ, പ്രാർത്ഥനയിൽ, വഴിപാടുകളിൽ, നേർച്ചയിൽ, ബലികർമ്മത്തിൽ, സത്യം ചെയ്യുന്നതിൽ, ഏതെങ്കിലും ആരാധനയിൽ അള്ളാഹ്ക്ക് പങ്കു ചേർത്താൽ, അല്ലേ, ബലി നടക്കേണ്ട അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീലാനിയുടെ അന്ന് നടക്കുന്ന ആണ്ടിന്റെ ആരുടെ പേരില റമദാൻ 17ന്റെ അറിവ് ആരുടെ പൊരുത്തത്തിനാ? ബദരീങ്ങളുടെ പൊരുത്തത്തിനാ. ഇങ്ങനെ എണ്ണി നോക്കിയാൽ എന്തൊക്കെ നടക്കുന്നു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് നിഷിദ്ധമായി. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതിന് സ്വർഗം നിഷിദ്ധമായി. അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങൾ നഷ്ടക്കാരായി പോകുന്ന പറഞ്ഞ്. നാട്ടിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് പള്ളികൾ ഉണ്ടാക്കുന്നു. എന്താ നമ്മൾ വിമർശിക്കാത്തത്? 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നു. എന്തിനാ? ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന ജാലിയൻവാല എന്ന കള്ളച്ചങ്ങാതിയുടെ ഒരു മുടിയങ്ങ് കിട്ടിയിട്ട് ഇത് നബിന്റെ മുടിയാന്ന് പറഞ്ഞിട്ട് ഷെഹ്റെ മുബാറക്കിന്റെ പള്ളി ഉണ്ടാക്കാൻ ഫ്ലക്സ് വെച്ച് കോടികൾ പിരിച്ചപ്പോ കാളിയാലയിലെ പ്രിയപ്പെട്ട സാധാരണക്കാരെ എന്തേ നിങ്ങൾ ചോദിക്കാഞ്ഞത്? എന്തിനാ ഇത്തരത്തിലൊരു പള്ളി? ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. നബി തങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു കച്ചവടം ആരംഭിച്ചത്. ആ മുടിയിട്ട വെള്ളത്തിന് അവർ വില നിശ്ചയിച്ചത് 25,000 രൂപയായിരുന്നു. സ്വലാത്ത് വാർഷികങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. സ്വലാത്തിന്റെ പേരിൽ, ദിക്റുകളുടെ പേരിൽ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പണമാ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ ദിക്റുകളുടെ കോലം? അനജാമോസുൻ അനജാമോസുൻ, ഞാൻ പോത്താണ്, ഞാൻ പോത്താണ്. ഇതാണ് ഒരാളെ ദിക്റ്. വേറെ ഒരാളുടെ ദിക്റ് ലാ കണ്ണ ഇല്ലല്ലാ, ലാ നാക ഇല്ലല്ലാ, ലാ മൂക ഇല്ലല്ലാ. ഇതാണ് അവര് പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്റ്. ഇത്തരത്തിലുള്ള ദിക്റുകൾ പറയുമ്പോ നമ്മളെ കുറിച്ച് പറയും നിങ്ങൾക്ക് ദിക്റില്ലാഞ്ഞിട്ടാണ്. സുഹൃത്തെ, നിങ്ങൾ കണ്ടതും കേട്ടതും മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒറിജിനൽ ദിക്റ് ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചെയ്യുന്നവർക്ക് ഒരിക്കലും തന്നെ പണം ചെലവാകൂല. ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് ദിക്ർ എന്ന് പറഞ്ഞത്. ലയസാനു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നാവുകൾ അള്ളാഹനെ സ്മരിച്ചുകൊണ്ട് നനയട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ സാധാരണ കണ്ടുകൊണ്ടിരിക്കണ ഒരു മനുഷ്യൻ പള്ളി പോണില്ല, കുഴപ്പമില്ല. സിഗരറ്റ് വലിച്ച് നടക്കുന്നു, പ്രശ്നമല്ല. നോമ്പ് നോൽക്കണില്ല, പ്രശ്നമല്ല. ജുമാക്ക് പോണില്ല, പ്രശ്നമല്ല. പെരുന്നാക്ക് പള്ളി പോകില്ല, പ്രശ്നമല്ല. മുജാഹിദ് പള്ളിയിൽ ഒരു വക്ത് നിസ്കരിക്കാൻ പോയാൽ പഴച്ചുപോയി, ആകെ മഹലിന്ന് പുറത്താക്കലായി, ബഹിഷ്കരനായി. നമ്മുടെ നാടുകളിൽ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യാൻ വരൂല. പള്ളിക്ക് വന്നില്ലെങ്കിൽ, ജുമാക്ക് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എങ്ങാനും നമ്മുടെ ഈ അഖീദ അനുസരിച്ചു കൊണ്ട് ഒരു വക്ത് നിസ്കരിക്കാൻ പോയാൽ മഹലിന്ന് കത്ത് വരും. എത്ര പ്രദേശങ്ങൾ നമുക്ക് കിട്ടിയതാ. മഹലിന്ന് ബഹിഷ്കരണം വരും. ഇന്നലെ ഒരു പ്രസംഗ സ്ഥലത്ത് പോയപ്പോ പള്ളിയിലെ ഖതീബ് ജുമഅക്ക് ശേഷം പ്രസംഗിക്കുകയാണ്. ഇന്ന ഒരാൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട്, ഈ മഹലിലെ ഒരാളും അത് കേൾക്കാൻ പോകരുത്. എന്ത് പേടിയാണ്. ഒരു വഅദ് കേൾക്കുമ്പോഴത്തേന് ഒലിച്ചങ്ങോട്ട് പോകുന്ന അത്രയും ദുർബലമായ ഈമാന് കൊണ്ടാണ് ഈ മനുഷ്യർ നടക്കുന്നത്. അവരുടെ പള്ളികളിലെ അനൗൺസ്മെന്റ് ആണ്, ഇന്ന സ്ഥലത്ത് പരിപാടി ഉണ്ട്, ആരും പോകരുത്. അതുപോലെ ഇവിടെയും നടക്കും. ആ പള്ളിക്ക് നിങ്ങൾ പോകും. ചിലരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, മുജാഹിദ് പള്ളിയിലേക്ക് പോകുന്നത് കക്കൂസിലേക്ക് പോകുന്നതിന് തുല്യമാണ്. മുജാഹിദ് പള്ളിയിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്,
ആർക്കാ ബാധിക്കുക? അള്ളാന്റെ പള്ളികളിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ മനുഷ്യന്മാര് കളിയാക്കിയിട്ട് പറഞ്ഞത് ടോയ്ലറ്റ് കയറുന്ന പോലെ കണ്ടാൽ മതി, പ്രസംഗം യൂട്യൂബ് കിടക്കാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഇതിൽ നിന്ന് മാറണം, ഈ ചിന്താഗതി മാറ്റണം, ഈ ഫിത്തിന സൂക്ഷിക്കണം. ഈ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുന്ന പണ്ഡിത പുരോഹിതന്മാരെ അള്ളാന്റെ ഖുർആനാ പറഞ്ഞിരിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. ഇത് കുറ്റം പറയലല്ല, ആക്ഷേപിക്കലല്ല, ഖുർആൻ പറയാ, സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി, ധാരാളം പുരോഹിതന്മാരുണ്ട്, വറുഹ്ബാനി, പണ്ഡിതന്മാരുണ്ട്, ലയഖുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായം തിന്നുകയാണ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ചോളിം. അവർക്ക് വേദനിക്കുന്ന ശിക്ഷ ഉണ്ട്, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. നമ്മുടെ പള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മഹത്തരമായ ദൗത്യത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. പള്ളി പരിപാലനം എന്ന മഹത്തരമായ ദൗത്യം നിർവഹിക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെയാ വരേണ്ടത്? ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അള്ളാന്റെ പള്ളികൾ പരിപാലിക്കുന്നവർ മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ ശരിക്ക് വിശ്വാസമുള്ളവനാകണം, അടച്ചോനെ പേടിയുള്ളവനാവണം. വല്യവുമില്ലാഹിരി, പരലോകത്തിൽ ഈമാനുള്ളവനാകണം. എപ്പോഴെങ്കിലും ജനറൽ ബോഡിക്ക് ഒരു മീറ്റിംഗിന് വന്നാ പോരാ, എപ്പോഴെങ്കിലും ഒരു മെയിന്റനൻസ് വർക്ക് ഉണ്ടാകും ഒന്ന് കാണാൻ വന്നാ പോരാ. നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കണം. സകാത്ത് പോലും കൊടുക്കുന്നവനാകണം, അതുപോലും പിശുക്കനായി മാറാൻ പാടില്ല. സകാത്തിന്റെ ബാധ്യത നിർവഹിക്കുന്നവരാകണം. ഈ പള്ളിയുടെ കീഴിൽ ഇത്തരത്തിലുള്ള ചാരിറ്റിയും സകാത്ത് സംവിധാനങ്ങളും CRE സംവിധാനങ്ങളും QHLS പഠനങ്ങളും മജ്ലിസുൽ ഇൽമുകളും അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്ന പ്രകാശ ഗോപുരമായി മാറ്റുക എന്നത് ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ, അഞ്ചാമത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാകും, നല്ല പ്രതിസന്ധികൾ ഉണ്ടാകും, പലയിടത്തും പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. അതേ ആയത്തിൽ അഞ്ചാമതൊരു ഗുണം പറയാണ്, അല്ലാഹുവല്ലാതെ ഒരു മഖ്ലൂക്കിനെയും പേടിക്കാത്തോനാകണം. ഭീഷണിയൊക്കെ ഉണ്ടാവും, പലതുണ്ടാവും. മഹല്ല് ബഹിഷ്കരിക്കും, ഖബർസ്ഥാന് വിലക്കും, പെൺകുട്ടിന്റെ കല്യാണത്തിന് ആള് വരൂല, നിക്കാഹ് നടത്തൂല എന്ന് ബേജാറാക്കും, മരിച്ച മയ്യിത്ത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ഇമ്മാക്കി കാണിച്ച് പേടിപ്പിക്കും. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു പടപ്പിനെയും പേടിക്കാത്തോനായിരിക്കണം പള്ളി പരിപാലിക്കുന്നത്. ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ, അവരായിരിക്കും സന്മാർഗം പ്രാപിക്കുന്നവർ. എന്തൊരതപോടെയാണ് പഠിപ്പിച്ചത്. ഒരു പള്ളിയോട് കാണിക്കേണ്ടുന്ന അതബ് എന്താണ്? എന്നാൽ ഇത്തരം പള്ളികൾ ഉയർത്തുന്നതിന് വരെ വളരെ മോശമായി ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ വ്യാപിക്കുക. പള്ളിയോടുള്ള അതബ് പഠിപ്പിച്ചു, ആ അതബുകൾ പാലിക്കുന്നവരായി മാർഗം വിശദീകരിച്ചു കാണും. ആ പള്ളിയിലേക്ക് ഓടി വരരുത്, വളരെ വഖാറോടെ സക്കീനത്തോടെ കടന്നു വരണം. പള്ളിയിലേക്ക് കടന്നു വരത്തും പറ്റി പറഞ്ഞു, മന്നക്കലസൂമ, ആരെങ്കിലും വെളുത്തുള്ളി തിന്നാൽ, വൽ ബസല, വലിയ ഉള്ളി തിന്നാൽ, വൽ ഖുറാസ്, ഖുറാസ് എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഇലയുണ്ട്, അത് തിന്നാൽ, ഫലാ യഖ്റുബന്ന മുസല്ലാനാ, അവര് നമ്മുടെ പള്ളിയെ സമീപിക്കരുത്. ഓൻ ആമീൻ പറയുമ്പോ ഈ വെല്ലുള്ളിന്റെ മണ വരിക. ഓ അസ്സലാമു അലൈക്കും പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ വരുമ്പോ വെളുത്തുള്ളിയെ മണക്കുക. ഈ ഖുറാസ് എന്ന് പറയുന്ന ചെടിയും അത്തരം ദുർഗന്ധമുള്ള സാധനങ്ങൾ കഴിച്ച് വൃത്തിയാക്കാതെ പള്ളിക്ക് വരരുത്. ഇത് പറഞ്ഞു, ആദം സന്താനങ്ങൾക്ക് ദുർഗന്ധം പ്രയാസം ഉണ്ടാക്കുന്ന പോലെ മലായിക്കത്തുകൾക്കും പ്രയാസം ഉണ്ടാക്കും. അപ്പൊ എങ്ങനെ സിഗരറ്റ് വലിച്ചു വരിക? പള്ളിന്റെ മുമ്പിൽ നിന്ന് ചവിട്ടി ഒരതിയിട്ട് നേരെ പള്ളിക്കണുണ്ടാക്കി കയറുക. ഇവന്റെ ചുണ്ടിന്ന് എന്താണ് വരുന്നത്? സിഗരറ്റിന്റെ ദുർഗന്ധമാണ്. ലഹരിക്കെതിരെ പോരാടുന്നവരിൽ ഇൻഷാ അല്ലാഹ് അൻസാർ സുന്നയുടെ മുഴുവൻ ആളുകളും അണിനിരക്കാൻ സന്നദ്ധരാണ്. ഈ നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി വളർന്നു വരുന്ന യുവാക്കൾ, ചെറുപ്പക്കാർ, ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുകാരുണ്ട്. ആ മക്കൾ ദീന് ലഭിക്കാതെ, ഒരു ദിശാബോധം ലഭിക്കാതെ, നിയന്ത്രിക്കാൻ ആളില്ലാതെ, പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യനില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പരിചരിക്കാൻ
പഠിപ്പിക്കാൻ മഹല്ലിൽ എന്ത് സംവിധാനമുണ്ട്, ഖുർആൻ പഠിപ്പിക്കാൻ അവർക്ക് എന്ത് വേദികളുണ്ട്, എന്തൊക്കെയോ ക്യാൻസർ മാറ്റുന്ന ദിക്റും മജ്ലിസുൻ നൂറുകളും മഹ്ദറത്തുൽ ബദരിയയും പറഞ്ഞ് ജനങ്ങളെ വിളിച്ചു വരുത്തുന്നവരോട് അള്ളാന്റെ ദീൻ ഇന്നതാണെന്ന് പറഞ്ഞ് സൂറത്തു യാസീനിന്റെ അർത്ഥമെങ്കിലും പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ സിസ്റ്റമുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിപ്പിക്കാൻ സംവിധാനമുണ്ടോ? ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ, ഇസ്ലാം അനുസരിച്ച് മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയാൽ നാട്ടിൽ അവനെ വിളിക്കും വഹാബി എന്ന്, സലഫി എന്ന്, മുജാഹിദ് എന്ന് അവനെ വിളിക്കും. ആ വിളിപ്പേര് കേട്ട് അഭിമാനം കൊള്ളാൻ സാധിക്കുന്നവരാകട്ടെ നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ വിശാലമായ വഹത്തായ റഹ്മത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പലയിടങ്ങളിലും ഉയർന്നു പൊന്തുന്നതിൽ നമ്മൾ വല്ലാത്തൊരു പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഈ ഒരു സദസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. വളാഞ്ചേരിയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തോട്, പ്രിയപ്പെട്ട ഭാര്യയോട്, മാതാപിതാക്കളോട്, മക്കളോട്, അയൽവാസികളോട്, മുസ്ലിമിനോട്, അമുസ്ലിമിനോട്, നാട്ടുകാരനോട്, നാട്ടുകാരനല്ലാത്തവനോട്, വഴിയാത്രക്കാരനോട് ഇഹ്സാൻ എന്ന സുഹൃതം ചെയ്യുന്ന നന്മയുടെ വക്താക്കളാക്കണം. വിവാഹങ്ങൾ മലീമസമാകുന്ന ധൂർത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, തോന്നിവാസത്തിന്റെ ലീലാവിലാസങ്ങളുമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലഹരി പടർന്ന് പന്തലിച്ചുകൊണ്ട് ജീവിതത്തിലേറെ പ്രതീക്ഷയോടെ നോക്കുന്ന മക്കൾ അവസാനം തല്ലിക്കൊല്ലുന്ന, തലക്കടിച്ചു കൊല്ലുന്ന മക്കളായി ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റപ്പെടുന്ന ചെറിയ ചെറിയ മക്കളുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ, റോഡിൻ്റെതായ അപകടങ്ങൾ, 4000 5000 മരണങ്ങൾ ചിത്രീകരിക്കപ്പെടുന്ന കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10779 ആത്മഹത്യകൾ 2024 പ്രസിദ്ധീകരിച്ചപ്പോ നമ്മൾ ഓരോരുത്തരും മനസ്സിനകത്ത് കുറിച്ചു വെക്കണം, എനിക്കെന്റെ പള്ളിയുമായി ഒരു ബന്ധം വേണം. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി. അല്ലാഹുവിന്റെ കോടതിയിൽ, മഹ്ശറിൽ, പരലോക കോടതിയിൽ ഏറ്റവും വലിയ അനുഗ്രഹീതൻ ലഭിക്കുന്ന, തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഒരാൾ പള്ളിയുമായി ഹൃദയബന്ധം സൂക്ഷിച്ചവരാണ്. അവിടെ വൃത്തിയാക്കി കൊടുക്കാൻ, അവിടുത്തെ ടോയ്ലറ്റ് ശരിയാക്കാൻ, അവിടെ കിടക്കുന്നൊരു മാലിന്യം തള്ളാൻ, അതൊന്ന് വൃത്തിയാക്കാൻ ഒരു ഇമാമിനോട് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു സെക്രട്ടറിയെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോന്നും നല്ല ഭദ്രമായി ഇതെന്റേതാണെന്ന തോന്നലോടെ ആവശ്യമായ നിർദ്ദേശങ്ങൾ, കൂടിയാലോചനകൾ, യോഗങ്ങളെല്ലാം ആലോചിച്ച് ഈ രംഗത്ത് നല്ല ഭദ്രമായ ഒരു കെട്ടുറപ്പോടെ മുന്നോട്ട് പോകാൻ അൻസാർ സുന്നക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ഈ ജീവിതം അവസാനിച്ച് മരിക്കുന്ന നിമിഷം മുതൽ അവൻ മറ്റൊരു ലോകത്തേക്ക് യാത്രയാവുകയാണ്. ഇതുവരെയും അടിപൊളിയായി മനോഹരമായി ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിരുന്ന നമ്മൾ, ബ്രാൻഡഡ് ഷർട്ടുകൾ ധരിച്ചിരുന്ന നമ്മൾ, തൽക്കാലം മരിക്കുന്നതോടുകൂടെ ഒരു പുതിയ വസ്ത്രത്തിലേക്ക് നമ്മളെ മാറ്റും, 3 കഫൻ പുടവയിലേക്ക്. നല്ല അടിപൊളിയായി മനോഹരമാക്കിയ, ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് കെട്ടി ഉണർത്തിയ ആ മനോഹരമായ സൗധത്തിൽ നിന്ന് ചളിമണ്ണിലേക്ക്, 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എത്ര വിലപിടിപ്പുള്ള ബെൻസ് കാർ ഓടിച്ചു കൊണ്ടിരിക്കുന്നവൻ ഇന്നേ ദിവസം അതെല്ലാം അവിടെ ഓഫാക്കിയിട്ട് മയ്യിത്ത് കട്ടിലേക്ക് അവനെ കയറ്റി കിടത്തുന്ന ഒരു നാള് വരാനുണ്ട്. അവന്റെ മരണം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ثم إلينا ترجعون. ശരിക്ക് ശ്രദ്ധിക്കുക. നാട്ടിൽ പ്രയാസങ്ങളും ഫിത്നകളും ഫസാദുകളും പരത്തുന്ന മനുഷ്യരൊക്കെ ഒന്ന് എഴുതി വെച്ചോ, ഓരോരുത്തരും മരണം അനുഭവിക്കേണ്ടി വരും. നാട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് അയാളുടെ ജനാസ കൊണ്ടുപോകുമ്പോ ഇയാളാണ് എന്നെ തല്ലിയവൻ, ഇയാളാണ് എന്നെ ഉപദ്രവിച്ചവൻ, ഇയാളാണ് ഈ നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കിയവൻ, ഇയാളാണ് ഈ നാട്ടിലെ ലഹരിക്കാരൻ എന്ന് നാട്ടുകാരിൽ നിന്ന് ശാപം ചൊരിഞ്ഞ് കടന്നു പോയാൽ വജബത്തിന്നാർ, നരകം അയാൾക്ക് നിർബന്ധമായിരിക്കും. ഒരു മനുഷ്യന്റെ ജനാസ എടുത്തു കൊണ്ടുപോകുമ്പോ അയാളും ഞാനും പള്ളിയിലും എപ്പോഴും ഒരുമിച്ചാ ഉണ്ടാവാറ്. ഞാനും അയാളും ഇന്ന കാര്യത്തിലൊക്കെ, നല്ല കാര്യങ്ങളിലൊക്കെ എപ്പോഴും സജീവമാകാറുണ്ട്. പറയാൻ ഒരുപാട് നന്മകൾ ബാക്കിയുണ്ടെങ്കിൽ വജബത്തിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമാകും. മരിച്ചാറടി മണ്ണിലേക്ക്, കബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു. ഒരു നാട്ടുകാരെ ശ്രദ്ധിച്ചു നോക്ക്, എല്ലാവരും തിരിച്ചു പോന്നു. നമ്മൾ മാത്രമാണ് നമ്മുടെ കബറിൽ. ബാപ്പ വരില്ല,
ഉമ്മ വരില്ല. സ്നേഹത്തോടെ ശരീരത്തിന്റെ ചൂടും ചോരും പങ്കുവച്ച സഹധർമ്മിണി ഞാനും ഭർത്താവിന്റെ കബറിലേക്ക് കൊണ്ടെന്ന് വരാറില്ല. പ്രിയപ്പെട്ട മക്കളെ കബറടക്കുന്ന എത്രയെത്ര നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഒരു ബാപ്പയും കൂടെ കടക്കാൻ പോയിട്ടില്ല. എല്ലാവരും തിരിച്ചു പോരുകയാണ്. അമല് മാത്രമാണ് അവന്റെ കൂടെ ഉണ്ടാവുക. ആരുമില്ലാത്ത മഹ്ശറിൽ പരലോകത്ത് വരെ നമ്മളെ സഹായിക്കാൻ നമ്മുടെ അമലല്ലാതെ മറ്റൊന്നുമില്ല. നാളിൽ അവിടെ രക്ഷപ്പെടാൻ, അവിടെ രക്ഷപ്പെട്ടെങ്കിലേ നമുക്ക് വിജയമുള്ളൂ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്തിൽ കാണാം, ഫമൻ സുഹ്സിഹ അനിന്നാർ, ആളിക്കത്തുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമല്ലാതെ ഈ ദുനിയാവ് ഒന്നുമല്ല. ഇവിടുന്ന് യാത്ര പോയി മടങ്ങാനുള്ളവരാണ്. നീണ്ടുകിടക്കുന്ന ഖബർ നമ്മളെ കാത്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് വിശാലമായ അവസാനിക്കാത്ത സ്വർഗനരകങ്ങളുടെ ഒരു ലോകം നമ്മളെ കാത്തിരിക്കുകയാണ് എന്ന ബോധ്യത്തോടെ, ഇതൊരു കൃഷിസ്ഥലമാണ്, ഇവിടെ കൃഷി ഇറക്കാനുള്ള മണ്ണാണ് ദുനിയാവ്. ആഖിറത്തിലേക്ക് നമ്മുടെ സമ്പാദ്യം ഉണ്ടാക്കേണ്ടുന്നതാണ്. അതിനു വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അൻസാർ സുന്ന ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു ആ മഹത്തരമായ നന്മയിൽ പ്രയത്നിച്ച, അധ്വാനിച്ച, ചർച്ച ചെയ്ത, അതിനുവേണ്ടി അഭിപ്രായങ്ങൾ പറഞ്ഞ ഓരോരുത്തർക്കും അതിന്റെ തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. അതിന്റെ പിന്നിലെ ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ സഹിച്ച പ്രിയപ്പെട്ട ഈ നാട്ടിലെ ചെറുപ്പക്കാർ, ഒരുപാട് കുടുംബങ്ങൾ, അവർ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായി മനസ്സിന്റെ അകത്ത് നിന്ന് തേങ്ങലോടുകൂടെ അവർ ഇന്നും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ കേൾക്കുന്ന എല്ലാം അറിയുന്ന യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയത്തിനകത്ത് കിടക്കുന്ന മുഴുവൻ അറിയുന്ന പടച്ച റബ്ബിന്റെ കോടതി വിശാലമാണ്. ആ റഹ്മത്ത് വിശാലമാണ്. അവിടുത്തെ മഗ്ഫിറത്ത് വിശാലമാണ്. ആ സ്വർഗലോകം വിശാലമാണെന്ന സ്വപ്നം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്ര മോഹിച്ചുകൊണ്ട് ജീവിതത്തെ നന്നാക്കുക. സാമ്പത്തിക രംഗം കൃത്യമായി അച്ചടക്കമുള്ളതായി മാറാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതം മനോഹരമാക്കുക. സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ വൈയക്തിക രംഗത്തുമൊക്കെയുള്ള പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക. യുവാക്കൾ എല്ലാവിധ സാർവ തിന്മകളിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെ ചാരിറ്റിയുടെ, വീട് നിർമ്മാണത്തിന്റെ, രോഗികളെ സഹായിക്കുന്നതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരായി മാറാൻ മുന്നിട്ട് വരിക. ദീന് പഠിക്കുന്ന പഠിതാക്കളായി മുന്നോട്ട് പോകാൻ പീസ് റേഡിയോ ഉപയോഗപ്പെടുത്തുക, ജമീൽ ആപ്പ് ഉപയോഗപ്പെടുത്തുക, നേർപ്പദം വാരിക, വായനക്കാരായി മാറാൻ ശ്രമിക്കുക. CRE QHLS പോലെയുള്ള വിജ്ഞാന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകളുമായി പരലോകത്ത് അധ്വാനിച്ചതിന്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ച് സുഖിച്ച് ഫി ഐശത്തിർ റാദിയ ഫി ജന്നത്തിൻ ആലിയ എന്ന സുന്ദരമായ ലോകത്തേക്ക് എത്തിപ്പെടുന്ന സുഹൃതവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.